കേരള രാഷ്ട്രീയത്തിൽ ഈ അതികായന്മാരുടെ വലിയ രീതിയിലുള്ള ഒരു അസാന്നിധ്യം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പിണറായി വിജയനിലേക്ക് LDF ഇങ്ങനെ ഒരു ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ, UDF ക്യാമ്പിലേക്ക് നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി വച്ചിരിക്കുന്ന ഒരു വലിയ വിടവുണ്ട്. AK ആൻ്റണി എന്ന് പറയുന്ന അതികായൻ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കാത്തതിൻ്റെ ഒരസാന്നിധ്യമുണ്ട്. VM സുധീരൻ അടക്കമുള്ള അങ്ങനെ കേരള രാഷ്ട്രീയത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മധ്യ കേരളത്തിൽ നിന്ന്, കേരള രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള ഒരു അസാന്നിധ്യം നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ കേരള രാഷ്ട്രീയത്തെ എന്നും ചർച്ചാ നിബിഡമാക്കി നിലനിർത്തിക്കൊണ്ടിരുന്ന ഒരു നേതാവിൻ്റെ വിശ്രമ സ്ഥലത്താണ് നമ്മളെത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിനെ എന്നും ചർച്ചാ നിബിഡമാക്കി നിർത്തിയ ഒരു സെൻട്രൽ ഫോക്കസായി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ആര്യാടൻ മുഹമ്മദ് എന്ന അതികായൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്താണ്. 2022 9 മാസം 25 തീയതി കേരളത്തോട് വിട പറഞ്ഞ് അതികായനായ ആര്യാടൻ മുഹമ്മദ് നിത്യശാന്തിയിലേക്ക് മടങ്ങിയപ്പോൾ അതേ കബറിടത്തിൽ നിന്നാണ് നിലമ്പൂരിൻ്റെ പോരാട്ടത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മകൻ ബാപ്പൂട്ടി എന്നറിയപ്പെടുന്ന ആര്യാടൻ ഷൗക്കത്ത് വലിയ രീതിയിലുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. പവിയേട്ടൻ, എങ്ങനെ തോന്നുന്നു ഈ ഒരു വലിയ കബറിടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, ആ ഒരു നിശബ്ദതയിൽ നിന്ന് സംസാരിക്കുമ്പോൾ എന്ത് തോന്നുന്നു പവിയേട്ടൻ? അതെ, ഇത് ശരിക്ക് നിലമ്പൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു കാലഘട്ടത്ത് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിലമ്പൂരിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാവുന്ന ഒരു പേരാണ് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്നത്. ആര്യാടൻ മുഹമ്മദ് ഇല്ലാത്ത ഒരു നിലമ്പൂരിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണുള്ളത്. പക്ഷേ അദ്ദേഹം കാലയവനികക്ക് പിന്നിലേക്ക് മറിഞ്ഞൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ UDF സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ ഈ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഈ നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ വന്ന് പലരുമായി സംവദിക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലാകുന്നത് ശരിക്കും ആര്യാടൻ ഷൗക്കത്തല്ല, ആര്യാടൻ മുഹമ്മദ് തന്നെയാണ് ഇപ്പോഴും UDFനെ ഇവിടെ നയിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ പവിയേട്ടൻ, നമ്മുടെ ഈ ഒരു ചർച്ചയിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ മുഴുവൻ ഫ്ലെക്സുകൾ ആര്യാടൻ എന്ന് പറയുന്ന നമ്മുടെ എഡിറ്റർ ബാലേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ആര്യാടൻ എന്നുള്ള പേര് വലിയ രീതിയിലും ഷൗക്കത്ത് എന്നുള്ള പേര് ചെറിയ രീതിയിലും, ആര്യാടൻ ലെഗസിയെ, ആര്യാടൻ ബ്രാൻഡിനെ വീണ്ടും ഇങ്ങനെ ജീവിപ്പിക്കുകയാണ്. ആര്യാടനോളം ഷൗക്കത്ത് വളർന്നിട്ടില്ല. ആര്യാടൻ്റെ പേരിൽ തന്നെയാണ്, ആ തണലിൽ തന്നെയാണ് ഇപ്പോഴും ഷൗക്കത്ത് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സൂചനയാണ് UDF നൽകുന്നത്. ഏതായാലും ഈ മണ്ണിൻ്റെ ഊരും ചൂരും ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ നിത്യതയിൽ ഉറങ്ങുമ്പോൾ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ തീർച്ചയായും ആര്യാടൻ നിലമ്പൂരിൻ്റെ മണ്ണിൽ അനശ്വരൻ തന്നെയാണ്.